ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ച. അപ്പോൾ വെള്ളിയാഴ്ചയിലത്തെ വിശേഷങ്ങളാണ് കേട്ടോ. ഇന്നങ്ങനെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല. എന്നാൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. ഡിമ്പിളും പാച്ചും കൂടിയിട്ട് പനക്കല്ലേക്ക് പോയേക്കണം. അവിടെ പെരുന്നാളാണ്. ഇനിയിപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടാണ് വരിക കേട്ടോ. അപ്പോൾ അങ്ങനെ പതിവ് പടി ഇതേ രാവിലെ എണീറ്റു. ഇന്ന് വലിയ കുഴപ്പമില്ലാണ്ട് ഉള്ള അന്തരീക്ഷമായിരുന്നു കേട്ടോ. ആദ്യം മഴയൊന്നുമില്ലാത്തൊരു അന്തരീക്ഷമായി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ മഴ പെയ്തു. പിന്നെ ഉച്ച കഴിഞ്ഞപ്പോൾ നല്ല വെയിലായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ആ വെയിൽ വന്നപ്പോൾ പറ്റാവുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ആ നേരത്ത് ചെയ്തു. നമ്മൾ വർഷക്കാലമാകുമ്പോൾ അങ്ങനെയാണല്ലോ, വെയിൽ വരണ നേരം കണക്കാക്കിയിട്ടല്ലേ. ഇപ്പോൾ ഇത് കണ്ടു, നമ്മളുടെ ചവിട്ടുപടിയുമൊക്കെ നിറച്ച് നെല്ലാണ്. ഈ കിളികൾ മൊത്തം ദേ കൊത്തി കൊത്തി അതങ്ങടെ അവസാനിപ്പിച്ച് തുടങ്ങി. എന്നാലും സാരമില്ല, അവിടെ നിന്നോട്ടെ എന്ന് വിചാരിച്ചു ഞാൻ. കാരണം കുറേ വർഷം പഴക്കമുള്ളതാണ്. അപ്പോൾ ഞാൻ ഇന്നാൾ പറഞ്ഞില്ലേ, എത്ര തിന്നിട്ടും അത് കൊഴിയണില്ലാത്ത പോലെ തോന്നണമെന്ന്. പക്ഷെ ഇപ്പം പതുക്കെ പതുക്കെ കൊഴിയണ പോലെ തോന്നിയിട്ടോ. എന്നാലും അവിടെ കിടക്കട്ടെ എന്ന് വിചാരിച്ചു, കിളികൾക്ക് തിന്നാലോ. അപ്പോൾ അവിടെ കിടക്കട്ടെ. അങ്ങനെ ഇതേ രാവിലെ ഞാൻ എണീറ്റപ്പോൾ ഒരു അനക്കവും വന്നു തുടങ്ങിയിട്ടില്ല ഇവിടെ. അപ്പോൾ ഇതിവിടെ പാച്ചൂട്ടൻ എണീറ്റുണ്ട്. പാച്ചൂട്ടൻ ദേ ഇവിടെ നിന്നിട്ട് എന്തൊക്കെയോ കിടന്ന് കാണിക്കുന്നുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഫുൾ എന്താ പറയുക, രണ്ടുപേരും വർത്താനത്തമ്മയാണ്. ഫുൾ കാര്യങ്ങൾ വർത്താനം. ഇവനെങ്ങനെയാണെന്ന് വെച്ചാൽ ഫുൾ കോമാളിത്തരങ്ങളാണ് കേട്ടോ കാണിക്കുക. അപ്പോൾ അങ്ങനെ ദേ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് ഡിമ്പിളുടെ വകയാണ്. ഗോതമ്പ് പുട്ടായിരുന്നു. അപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ എനിക്കും ഡാഡിയോട് അത്രയും സീരിയസ് ആയിട്ട് പറഞ്ഞിട്ടില്ലെങ്കിലും ഗോതമ്പിൻ്റെ കൂടുതൽ കാര്യങ്ങൾ കഴിക്കാനാണ് പറഞ്ഞേക്കണം. അരി ഒഴിവാക്കുക. അപ്പോൾ അരിയുടെ പുട്ട് ഒഴിവാക്കുക, നിങ്ങൾ ഗോതമ്പിൻ്റെ പുട്ട് കഴിക്കുക, അങ്ങനെയൊക്കെ പറയും. ഇഡ്ഡലി ആകുമ്പോൾ പിന്നെയും കുറച്ചൊരു കുഴപ്പമില്ല, കുറച്ച് ഉഴുന്ന് ചേരുന്നത് കാരണം അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മൾക്ക് അങ്ങനെ കുറേയൊന്നും നോക്കാൻ പറ്റാറില്ല കേട്ടോ. മാക്സിമം നോക്കും, എന്നാലും അങ്ങനെ മുഴുവനൊന്നും എനിക്ക് പറ്റാറില്ല. അപ്പോൾ അങ്ങനെ രാവിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ, വലിയ മെഴുകുതിരി ആയതുകൊണ്ട് തന്നെ ഞാനത് ഫുൾ കത്താൻ അനുവദിക്കില്ല. കാരണം ആ ഗ്ലാസിൻ്റെ ഇതിലായ കാരണം ഒരു വട്ടം പൊട്ടി ഗ്ലാസ്. അപ്പോൾ അതിൻ്റെ പേരിൽ ഞാൻ വേഗം ഓഫ് ചെയ്യും. കാരണം അടിയിലത്തുള്ള ആ മെഴുകടക്കം ഇങ്ങനെ കത്തുമ്പോൾ ചിലപ്പോൾ ആ ചില്ലി പൊട്ടും. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഞാനത് ഒന്ന് ഊതുട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ പാച്ചൂട്ടൻ ഇന്നൊരു കൊതിയാണ്, ഓറിയോ ബിസ്ക്കറ്റ് വേണമെന്ന്. അതായത് ഇന്നലെയും ഞാൻ കാണിച്ചല്ലോ, ഇവൻ ഫോണിൽ ഈ ഓറിയോൻ്റെ അഡ്വർടൈസ്മെൻറ്റ് കാണുമ്പോൾ, പരസ്യം കാണുമ്പോൾ അവനപ്പം വേണം ഓറിയോ ബിസ്ക്കറ്റ് ചോദിക്കും. തരുമോ എന്ന്. അപ്പോൾ ഇവിടെ വാങ്ങിയത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ ഡിവൈൻ്റെ കേക്കിൻ്റെ മുകളിൽ ഓറിയോ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് പക്ഷേ കേക്കിൻ്റെ മുളയോണ്ട് തണുത്ത് പോയി. അപ്പോൾ അപ്പം വേഗം പോയിട്ട് വാങ്ങിയിട്ട് വന്നു. ഇനിയിപ്പോൾ അവന് പോകുമ്പോഴും വേണമെങ്കിൽ കൊണ്ടുപോകാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ പിന്നീടാണ് അറിഞ്ഞത് ഇവിടെ ഡാർക്ക് ഫാൻറ്റസി ഉണ്ടായിരുന്നു എന്നുള്ളത്. കാരണം ഇത് പൊളിച്ച് കഴിഞ്ഞാൽ ഡാർക്ക് ഫാൻറ്റസിയും ഓറിയോ ഒന്നും കണ്ടാൽ തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. എന്നാലും അത് വാങ്ങിയപ്പോൾ അവന് ഭയങ്കര സന്തോഷമായി. എനിക്ക് തോന്നുന്നു ആദ്യമായിട്ട് അപ്പാപ്പൻ അവനെയും കൊണ്ടുപോയിട്ട് ഇങ്ങനെ ഒരു സാധനം അവൻ്റെ ഇഷ്ടത്തിന് വാങ്ങിക്കൊടുക്കണേന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ അതേ അമ്മയും മക്കളും കൂടിയിട്ട് ഇതാ ഇറങ്ങണു. കാരണം ഇന്ന് ഞാൻ പറഞ്ഞു, തോമോ എണീക്കുമ്പോൾ പതുക്കെ എണീറ്റ് വന്നാൽ മതിയെന്ന്. ഡോൺ നേരത്തോടെ പോയി. ഡോണിന് വണ്ടി എടുക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ അവൻ രാവിലെ പോയി. അപ്പോൾ അതേ അമ്മയും മക്കളും കൂടി പതുക്കെ ഇറങ്ങാം കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഫുൾ എന്താ പറയുക, മൂന്നാളും കൂടിയിട്ടുള്ള ബഹളമാണ്. ചാക്കോച്ചന് പറ്റാവുന്ന പോലെ ചാക്കോച്ചനും എന്താ പറയുക ചെയ്യേണ്ടതൊക്കെ ചെയ്യും. കുഷിയം വലിച്ചിടായാലും എല്ലാവരുടെയും പിന്നാലെ ഓടുകയായാലും. അപ്പോൾ ഇവൻ വരുമ്പോൾ നമ്മളൊക്കെ ഓടും. കാരണം ആ വോക്കർ കാലുമ തട്ടി കഴിഞ്ഞാൽ ഭയങ്കര വേദന കേട്ടോ. അപ്പോൾ ഇവൻ വരണമെന്ന് കാണുമ്പോൾ എല്ലാവരും ഓടും. അപ്പോൾ ഞാൻ നമ്മളുടെ ബിസിനസ്സിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിരുന്നു. ഇത് നമ്മളുടെ 8 പിടിയുടെ മാലകളാണ് കേട്ടോ. അപ്പോൾ കനം കൂടിയതുമുണ്ട്, കനം കുറഞ്ഞ പാറ്റേണുകളുണ്ട്. അപ്പോൾ അത് പ്ലേറ്റ് ചെയ്ത് കൊണ്ടുവന്നപ്പോൾ ഞാൻ അതാത് കവറുകളിലേക്കും പിന്നെ അയക്കേണ്ടവർക്കൊക്കെ ഞാൻ അയക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫോട്ടോസ് എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ 8 പിടിയുടെ മാലകളാണ്. നമ്മളുടെ ഗോൾഡ് പ്ലേറ്റഡ് ഫസ്റ്റ് ക്വാളിറ്റി പ്ലേറ്റ് ചെയ്തിട്ടുള്ള ഓർണമെൻറ്റ്സ് ആണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 5 പവൻ 6 പവൻ ഒക്കെ തോന്നാവുന്ന വലിപ്പത്തിലുണ്ട്. റെയിൽ ചെയിൻ, പിന്നെ മീര ജാസ്മിൻ, പിന്നെ അങ്ങനെ ഒരുവിധം എല്ലാ ചെയിനുകളും നമ്മളുടെ കയ്യിലുണ്ട് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ കനം കൂടിയതാണെങ്കിൽ കനം കുറഞ്ഞ പാറ്റേണുണ്ട്. ഇത് 2 തരം അരിഞ്ഞാണം, പിന്നെ നമ്മളുടെ എന്താ പറയുക, ഉർവശി, ബെൽറ്റ്, അങ്ങനെ പല പേരിലാണ് പറയുക. എനിക്ക് ഈ പേരുകളൊന്നും അറിയില്ല. അതൊക്കെ ഡാഡിക്ക് അറിയുള്ളൂ കേട്ടോ. എനിക്ക് അങ്ങനെ പേരുകളൊന്നും പെട്ടെന്നൊന്നും പറഞ്ഞറിയില്ല, തെറ്റിപ്പോവും. അപ്പോൾ അതുകൊണ്ട് എന്നോട് കുട്ടികൾ തന്നെ ഓരോ പേരിൽ ഓരോ മാലയുണ്ടോയെന്നൊക്കെ ചോദിക്കുമ്പോൾ എനിക്കറിയില്ല. ഞാൻ നിങ്ങൾ പാറ്റേൺ കാണിക്കുക, അല്ലെങ്കിൽ ഡാഡിയോട് പറയുകയും ചെയ്യും. ഇതൊക്കെ നല്ല കുഞ്ഞ് ബോക്സ് ചെയിൻ കണ്ടു, നല്ല ഭംഗിയുള്ള പണിയാണ്. മറ്റേത് ഇടയ്ക്ക് കട്ടിയുള്ളത്, പിന്നെ തൊരട്, അങ്ങനെ ഒട്ടുമിക്ക ഡിസൈൻസും നമ്മളുടെ കയ്യിലുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ ആ മാലകളൊക്കെ എടുക്കാമായിരുന്നു. അപ്പോൾ
ഒന്ന് രണ്ട് കുട്ടികൾ ഇങ്ങനെ ചോദിക്കുകയും ചെയ്തപ്പോൾ അവർക്കും കൂടി വേണ്ടിയിട്ടാണ് ഞാൻ എടുത്തത്. ഗോതമ്പ് മണി കണ്ടു, നല്ല ഭംഗിയാട്ടോ കാണാനായിട്ട്. നേരിയ മാലയമേ ഗോതമ്പ് മണി, പിന്നെ വൈറ്റ് ഗോൾഡ്, പിന്നെ നമ്മുടെ പരസ്പരം, പിന്നെ നമ്മളുടെ ബോക്സ് ചെയിൻ. അങ്ങനെ ഞാൻ ഇതൊക്കെ ഇങ്ങനെ ഓരോന്ന് എടുത്ത് വരുമ്പോഴാണ് ഡിംപിൾ ഇന്ന് ഉച്ചയ്ക്ക് മുമ്പ് പോകണം എന്നുള്ളത് പറഞ്ഞത്. അപ്പം ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഒറ്റ ഇരിപ്പ് തുടങ്ങിയിട്ട് കുറേ നേരം ഇതിൻ്റെ ഇടയിൽ എപ്പോഴോ ഞാൻ ഒരു കഷ്ണം പുട്ടെടുത്ത് കഴിച്ചു. പിന്നെ ഇന്ന് കാര്യമായിട്ടൊന്നും കഴിച്ചിട്ടില്ല കേട്ടോ, കാരണം നല്ല തിരക്കായിരുന്നു. ഇപ്പോൾ നമ്മൾ പറയില്ലേ ഊണും ഉറക്കമില്ലാണ്ട് എന്നൊക്കെ പറയില്ലേ, അതുപോലെയാണ് ഇപ്പോഴത്തെ ശരിക്കുള്ള അവസ്ഥ. കാരണം ഓണത്തിൻ്റെ കളക്ഷൻസും കാര്യങ്ങളും വന്നു തുടങ്ങി. അപ്പോൾ നമുക്ക് ഓരോരുത്തർ ചോദിക്കുമ്പോൾ നമുക്ക് പിന്നെ പറയാം, അല്ലെങ്കിൽ 10 മണി വരെ ഞാൻ ഇരിക്കുള്ളൂ, അങ്ങനെയൊന്നും പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ മാക്സിമം എനിക്ക് പറ്റാവുന്ന പോലെ ഞാൻ ഇരിക്കും. പിന്നെ എനിക്ക് അകത്ത് കാര്യമായിട്ടുള്ള പണികളൊന്നുമില്ല. ഡിംപിളായാലും ഡിവൈനായാലും അവരവരുടെ കാര്യങ്ങൾ നോക്കും. അപ്പോൾ എനിക്ക് ആ നേരത്തിന് എണീറ്റാൽ മതി, എണീറ്റ് പോയിട്ട് എന്തെങ്കിലും കഴിച്ചാൽ മതി. പക്ഷേ അപ്പോഴും നമുക്ക് എന്താ പറയുക, കുറേ നേരം ഇരിക്കണേൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്, അത്രയേ ഉള്ളൂ. അപ്പോൾ ദേ ഡിംപിളിനെ കൊണ്ടുവരാൻ ഇന്ന് അമലാണ് വന്നിരിക്കുന്നത്. അമലെന്ന് പറയുമ്പോൾ അന്നാൾ നമ്മുടെ മാത്തനാണ് വന്നത്. മാത്തൻ എന്ന് പറയുമ്പോൾ പപ്പയുടെ ചേട്ടൻ്റെ മകനാണ്. ഇത് അമൽ പപ്പയുടെ അനിയൻ്റെ മോനാണ് കേട്ടോ. അപ്പോൾ അമലിൻ്റെയും ശില്പയും ഇവർ 3 പേരാണ് എപ്പോഴും, അമലും മാത്തനും ആൻസനും, പിന്നെ ശില്പയും ലവ്യയും ഡിംപിളും. ഇവർ പിന്നെ നിഷ ചേച്ചി, ലിൻസൻ 2 നിഷ ചേച്ചിമാരുണ്ട്, അവരൊക്കെ ഉണ്ട് കേട്ടോ. എന്നാൽ ഇവരാണ് ടീനേജ് ഇപ്പോഴത്തെ എന്താ പറയുക. ആൻസനും ഇവരും കല്യാണം കഴിഞ്ഞിട്ട് 7 കൊല്ലമായിട്ടാണ്. പക്ഷേ ഇവർ 3 പേരാണ് എവിടെയെങ്കിലുമൊക്കെ ഒരുമിച്ച് പോവുകയും വരികയൊക്കെ ചെയ്യുക. അപ്പോൾ അമൽ എന്തായാലും എന്തിനോ തൃശ്ശൂർക്ക് വരുന്നുണ്ട് തോന്നുന്നുണ്ട്. അല്ലെങ്കിൽ തന്നെ ഡിംപിളിനെ കൊണ്ടുവരാനായിട്ട് ആൻസനാന്ന് വെച്ചാൽ ഓൺലൈനിൽ ഇരിക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അമലാണ് കൊണ്ടുവരാൻ വന്നത്. അപ്പോൾ അങ്ങനെ അമലിൻ്റെ കൂടെ ഡിംപിളും പാച്ചും കൂടി പോവുകയാണ്. പിന്നെ അമലിൻ്റെ വൈഫ് ഹൗസിലൊക്കെ കയറിയിട്ടാണ് ഇവർ തിരിച്ച് പനക്കലിലെത്തിയെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അങ്ങനെ ഇപ്പോൾ അവരിവിടുന്ന് അങ്ങോട്ട് എന്താ പറയുക യാത്രയായി. അപ്പോൾ അമൽ നമ്മളുടെ സ്ഥിരം സബ്സ്ക്രൈബറാന്ന് പറഞ്ഞപ്പോൾ ഡിംപിൾ പറഞ്ഞു അമൽ കാണാറുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ നിന്നെ നാളെ നീ തന്നെ നിന്നെ വീഡിയോയിലെന്ന് പറഞ്ഞിട്ട് ഞാൻ തമാശയ്ക്ക് പറഞ്ഞതാട്ടോ. അപ്പോൾ അങ്ങനെ അതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. എന്താ പറയുക, ഇവർ പോകുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു മാപ്രാണം പള്ളിയിലൊന്ന് കയറിക്കോളൂന്ന്. കാരണം പാച്ചു 12 കിലോനായി. അപ്പോൾ നമ്മൾക്കത് ഭയങ്കര സന്തോഷമാണ്. നിങ്ങൾ സബ്സ്ക്രൈബേഴ്സ് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്ന വിശേഷം എന്തായി എന്നുള്ളത്. കാരണം നമുക്ക് ഏറ്റവും സങ്കടം അതായിരുന്നു, പാച്ചു വെയിറ്റ് കയറുന്നില്ല എന്നുള്ളത്. അപ്പോൾ ഇപ്പോൾ ദൈവം സഹായിച്ച് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അവൻ ഉഷാറായിട്ട് എനിക്ക് തോന്നുന്നു ഹീലിയസിൽ പോയി തുടങ്ങിയപ്പോൾ തന്നെ പതുക്കെ ഫുഡിനോടുള്ള കഴിക്കാൻ ചെറുതായിട്ട് ശ്രമിച്ചു തുടങ്ങി. പക്ഷേ ഫസ്റ്റ് സ്കൂളിൽ പോയതിന് ശേഷം അവൻ ശരിക്കും കൃത്യസമയത്തിന് ഭക്ഷണം കഴിക്കാനും. അപ്പോൾ അന്നേ ഡോക്ടേഴ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു 2 വയസ്സ് കഴിയുമ്പോൾ ഓക്കെ ആവും, പിന്നെ 2.5 വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവനായിക്കോളും, 3 വയസ്സ് കഴിയാണ്ട് നിങ്ങൾ വെയിറ്റിനെ പറ്റി ആകുലപ്പെടുകയേ വേണ്ടെന്ന് പറഞ്ഞിരുന്നു. കറക്റ്റ് അവർ പറഞ്ഞ അതേപോലെ തന്നെ ഭയങ്കര അത്ഭുതം തോന്നി. അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഇതുപോലത്തെ വല്ല മക്കളുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും വിഷമം തോന്നുന്നുണ്ടെങ്കിൽ ഒരിക്കലും വിഷമിക്കേണ്ട. ഈ പറഞ്ഞ പോലെ 3 വയസ്സ് കഴിയുമ്പോൾ അവർ തന്നെ ഭക്ഷണമൊക്കെ കഴിച്ച് അവരുടെ വെയിറ്റ് അവർ തന്നെ ഗെയിൻ ചെയ്യും കേട്ടോ. അപ്പോൾ ഇന്ന് മാപ്രാണം പള്ളിയിലേക്ക് പോകാൻ മെഴുകുതിരിയൊക്കെ കൊണ്ടിറങ്ങിയത്, പക്ഷേ എന്തോ അവർക്ക് അതിലേ പോകാൻ പറ്റിയില്ല. എനിക്ക് തോന്നുന്നു അമലിനെ അറിയില്ല എന്ന് തോന്നുന്നുണ്ട് വഴി. അപ്പോൾ പിന്നെ ഒരിക്കൽ പോവാമെന്ന് പറഞ്ഞിട്ട് ഡിംപിൾ കയറിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ മെഴുതിരിയും കൊണ്ട് വീട്ടിലേക്ക് പോവുകയാണ് ചെയ്തത്. അങ്ങനെ ദേ പാച്ചുട്ടനും മോച്ചും പോയി. പിന്നെ എന്താ പറയുക, വീട് ശരിക്കും ഇനിയാണ് ഉറങ്ങാൻ പോണത് കേട്ടോ. ഇനി ഇത് ഇവിടെ തോമുട്ടൻ ജീപ്പിലാണ് പാച്ചുട്ടനെ യാത്രയാക്കാൻ വന്നത്. തോമുട്ടനെ എങ്ങനെയാണെന്ന് വെച്ചാൽ കുറേ ദിവസമായി ജീപ്പിലൊന്ന് കളിക്കണം എന്ന് വിചാരിച്ചിട്ട്, കാരണം ക്ലാസ്സും ഇല്ലല്ലോ. പക്ഷേ ഈ മഴ കാരണം എൻ്റെ മോനത് ഓടിക്കാനും പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അവനെങ്ങനെയാണെന്ന് വെച്ചാൽ അപ്പയുടെ അതേ സ്റ്റൈലാണ്, ഒരു ഒറ്റ കൈ കൊണ്ട് അവൻ ഡ്രൈവ് ചെയ്യും, കറക്റ്റ് ഇവിടെ നിന്ന് ഇട്ട് തിരിക്കും, എല്ലാ കാര്യങ്ങളും ചെയ്യും കേട്ടോ. അവൻ്റെ പ്രായത്തിനേക്കാൾ വണ്ടിയുടെ കാര്യത്തിൽ അവന് കുറച്ച് പക്വത കൂടുതൽ. വണ്ടിയുടെ എല്ലാം മൊത്തത്തിൽ അവന് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര എന്താ പറയുക അറിവാണ്. അപ്പോൾ അവൻ വണ്ടി തന്നെ തിരിച്ച് അപ്പോൾ നോക്കും അമ്മ കാണുന്നില്ലേ എന്നുള്ളത് കേട്ടോ. ഭയങ്കര ഞാൻ അവനെ ഇങ്ങനെ എൻകറേജ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ അവന് ഭയങ്കര സന്തോഷമായി എന്നെ കാണിക്കാനായിട്ട്. ഞാൻ വീഡിയോ എടുക്കുമ്പോൾ എൻ്റെ ഫോണിൻ്റെ മുമ്പിൽ എന്തെങ്കിലും കാണിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇന്ന് വെയിലുദിച്ച കാരണം കുട്ടിക്ക് ജീപ്പ് കുറച്ച് നേരം ഓടിക്കാൻ പറ്റി. അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അതിൻ്റെ ബാറ്ററി ലോ ആയപ്പോൾ പിന്നെ അവനതവിടെ വെച്ച് അകത്തേക്ക് കയറി. അപ്പോൾ കയറി കഴിഞ്ഞതിന് ശേഷമാണ് ശരിക്കും ഇവർ കയറുമ്പോഴാണ് ഒരാളില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാവുക. കാരണം വീട് ഭയങ്കരമായിട്ട്
ഉറങ്ങും. മറ്റേത് എങ്ങനെ വന്നാലും രണ്ടാളും കൂടിയിട്ട് അല്ലെങ്കിൽ മൂന്നാളും കൂടിയിട്ടുള്ള ഒരു ബഹളവും കാര്യങ്ങളൊക്കെ എപ്പോഴും ഉണ്ടാവും. അപ്പോൾ അത് ശരിക്കും മിസ്സായി. അപ്പോൾ ഉച്ചയിലത്തേക്ക് ഡിംപിൾ മീൻകറി വെക്കാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വഴക്ക് പറഞ്ഞു. കാരണം ഒന്നാമത് ഇന്ന് വെള്ളിയാഴ്ചയാണ്. അപ്പോൾ അവൾ പറഞ്ഞു സാറില്ലേ മമ്മി, ഞാൻ ഇന്ന് വെച്ച് വയ്ക്കാം, നാളേക്ക് നിങ്ങൾക്ക് കഴിക്കാം. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട. കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് കഴിക്കും, പിന്നെ അതിൻ്റെ ആവശ്യമില്ലല്ലോ, നമുക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കാമെന്നുള്ളൂ. ഞാൻ പറയാറില്ലേ, നോയമ്പുള്ള ദിവസം നമ്മളതിന് വിഭവസമൃദ്ധമായ ഒരു ഭക്ഷണം എന്നല്ല, ഒരു നമ്മളെന്താ പറയുക, ഒരു ചെറിയൊരു ഇതാണല്ലോ, ഒരു എന്താ പറയുക, ഒരു സഹനമാണ് ശരിക്കും നോയമ്പ് എന്നൊക്കെ പറയുമ്പോൾ. നമ്മൾ കുറച്ച് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ ഒന്ന് വർജിക്കുക എന്നുള്ളതാണ്. അപ്പം ഞാൻ ഈ ചൊവ്വയും വെള്ളിയും നോയമ്പ് എടുക്കുമ്പോൾ ഞാൻ പറയും ഉള്ളത് കൂട്ടിയിട്ട് ഭക്ഷണം കഴിക്കുക, അങ്ങനെ ആക്കുക. അല്ലാണ്ട് വയറ് മൂക്ക് മുട്ട അല്ലെങ്കിൽ ഒരു 10 വിഭവം കൂട്ടിയിട്ട് അങ്ങനെ ആവാണ്ടിരിക്കണം എന്ന് പറയും ഞാൻ. അപ്പോൾ ഇന്ന് വെറുതെ മോര് കാച്ചി ഒരു ചമ്മന്തി ഡിവൈൻ പൊടിച്ചു, അതാണ് കൂട്ടിയത്. പിന്നെ അച്ചാറുണ്ട്, മുട്ട വേണമെങ്കിൽ പൊരിക്കാറുണ്ട്. ഞാൻ പറഞ്ഞു വേണ്ട. ഡാഡിയോട് ചോദിച്ചപ്പോൾ ഡാഡി പറഞ്ഞു വേണമെന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ആ മോര് പച്ചമുളക് സംഭാരം പോലെ ഡിവൈൻ അടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അതും ഇതും കൂട്ടി നല്ല ചൊടിയിൽ ചൂടുള്ള ചോറും മോരും ഒരു തുണ്ട് ചമ്മന്തിയൊക്കെ കൂട്ടി കഴിച്ചപ്പോൾ ഭയങ്കര ടേസ്റ്റായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി നാളെ രാവിലേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ്. ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യം വലിയ ചോദിച്ചില്ല. കാരണം ക്ലാസ്സില്ലാത്ത കാരണം തോമു എണീക്കാൻ ലേറ്റാവും. അപ്പോൾ അതനുസരിച്ച് എല്ലാവരും എണീക്കാൻ ലേറ്റാവും. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യം ഒരു തക്കിട തരികിട പരിപാടികളായി തുടങ്ങി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി ഞാനൊന്ന് മുൻകൈ എടുത്ത് എനിക്കാന്ന് വെച്ചാൽ എപ്പോഴും ഉണ്ടാക്കിയ സാധനങ്ങൾ തന്നെ ഉണ്ടാക്കുമ്പോൾ എനിക്ക് എന്തോ എനിക്ക് മാത്രമല്ല കേട്ടോ, അത് എൻ്റെ ചേച്ചി അക്കിയും പറയും കേട്ടോ. അത് നമ്മളിങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ ഈ പരീക്ഷണങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. എല്ലാ ദിവസവും രാവിലെയും രാത്രിയും ഇങ്ങനെ പുതിയ പുതിയ പരീക്ഷണങ്ങൾ ചെയ്ത് അത് കഴിക്കുന്ന ആളാണ്. അപ്പോൾ എനിക്ക് എല്ലാ ദിവസവും പുട്ടും ഉപ്പുമാവും ദോശ ഇഡലി എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു വിഷമം. അപ്പോൾ ഞാൻ ഇന്നൊരു വെറൈറ്റി, നാളേക്കൊരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എപ്പോഴും നവധാന്യ ദോശ ഉണ്ടാക്കാറുണ്ട്, ചെറുപയർ ദോശ ഉണ്ടാക്കാറുണ്ട്. അങ്ങനെ വെറൈറ്റി ദോശകൾ, അതിൽ ചപ്പാത്തികൾ പലതരത്തിൽ, ചീസ്, പിന്നെ നമ്മളുടെ ചീര ഇട്ടിട്ട് ക്യാരറ്റ് ഇട്ടിട്ട് അങ്ങനെ പലതും ഞാൻ ട്രൈ ചെയ്യുന്ന ആളാണ്. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു ഇതിന് വേണ്ടിയിട്ട് കുതിരയിടാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ നിങ്ങൾക്കായാലും ചെയ്യാവുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ ബാക്കി കുറേശ്ശെ പയറ് പരിപ്പ് മുതിരയൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ എല്ലാം കൂടി കുതിരയിടുക. കുറച്ച് ഉഴുന്നും കുറച്ച് അരിയും കൂടി ഇട്ട് കുറച്ച് ഉലുവയും കൂടി ഇട്ടിട്ട് അവിടെ കുതിർത്തിട്ട് രാത്രിയാകുമ്പോൾ അത് വെണ്ണ പോലെ അരച്ച് നമ്മളുടെ ദോശമാവ് പിറ്റേ ദിവസം ദോശ ചുട്ടാലേ സൂപ്പറാണ് കേട്ടോ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയുള്ളൂ, വേറൊരു ടേസ്റ്റുമാണ്. അപ്പോൾ അങ്ങനെ നമ്മളുടെ ഇവർക്കുള്ള പാല് വെച്ച് കൊടുത്തപ്പോൾ എൻ്റെ മക്കളെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ, ഇവരെങ്ങനെയാണെന്ന് വെച്ചാൽ ഭയങ്കര കൃത്യനിഷ്ഠ. അത് ഒന്നാമത്തെ ആൾ കുടിച്ച് അങ്ങോട്ട് നീങ്ങിയാൽ അടുത്ത ആൾ കുടിക്കുക, അത് കഴിഞ്ഞ് മൂന്നാമൻ വരിയായിട്ട് നിൽക്കും. ഒരാളുടെ കഴിഞ്ഞപ്പോൾ അടുത്ത ആൾ കുടിച്ചു. അത് കഴിഞ്ഞ് അവളോട് ഞാൻ ഇവിടെ നിന്നിട്ട് പറയും കിയാ മുഴുവൻ കുടിക്കരുത്, ബാക്കി വെക്കണം, ചോട്ടൂന് വേണം എന്ന് പറയുമ്പോൾ അവൾ കുറച്ച് ബാക്കി വെച്ചിട്ട് ചോട്ടൂന് കൊടുക്കും. അപ്പോൾ മൂന്നാൾക്കുള്ള പാല് ഞാൻ നിറച്ച് വെക്കും കേട്ടോ, അല്ലാണ്ട് മതിയാവാണ്ട് പോകേണ്ട കാര്യമില്ലല്ലോ. ഇങ്ങനെയാണ് കേട്ടോ എൻ്റെ 3 മക്കൾ. ഭയങ്കര എന്താ പറയുക, അനുസരണവും അടുക്കും ചിട്ടയുള്ളതാണ്. പട്ടികളാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഭയങ്കര എന്താ പറയുക. കണ്ട മൂന്നാമൻ വന്ന് കഴിച്ചു തുടങ്ങി. അപ്പോൾ മറ്റ് 2 പേരും അങ്ങോട്ട് ഒഴിഞ്ഞു പോയി. ഇങ്ങനെയാണ് ഇവിടെ പാല് ഭക്ഷണം കൊടുക്കായാലും ഞാൻ ഭക്ഷണം വെച്ചിട്ട് ഫസ്റ്റ് കിയയ്ക്കാണ് പ്രിഫറൻസ്. കിയ വരണം, കിയയ്ക്ക് കൊടുത്തില്ലെങ്കിൽ പിന്നെ അവൾ പിണങ്ങും. അപ്പോൾ ഫസ്റ്റ് കിയയ്ക്ക് കൊടുക്കും, രണ്ടാമത് ചിന്തുവിന് കൊടുക്കും, മൂന്നാമത് ചോട്ടൂന് പിന്നെ അങ്ങനത്തെ ഒരു നിർബന്ധമില്ല. എന്നെ വിളിച്ചാൽ ഞാൻ വരാം, ഞാൻ കഴിക്കാം. അല്ലാണ്ട് ഒരു എന്താ പറയുക, വളരെ ഒരു പാവം പിടിച്ചവനാണ് കേട്ടോ ചോട്ടു. അപ്പോൾ അങ്ങനെയാണ്. കിയ ഭയങ്കര പിണക്കക്കാരിയാണ്, അവളെപ്പോഴും നമ്മൾ കെയർ ചെയ്യണം, അവളുടെ കാര്യങ്ങൾ നോക്കണം, അങ്ങനെയാണ്. ചിന്തു ഞങ്ങൾ പറയും വീട്ടിലമ്മയാണ്, എന്താ പറയുക നമ്മളെ വീട് മൊത്തം നോക്കില്ലേ, അതുപോലെ അവിടെ ചാടി ഇവിടെ ചാടി അത് നോക്കി ഇത് നോക്കി അത് അങ്ങനെ ഈ 3 ടൈപ്പാണ് കേട്ടോ. അങ്ങനെ എല്ലാവരും കിടന്ന് സുഖമായിട്ട് ഉറങ്ങല്ല കേട്ടോ. അമ്മയും മക്കളും മുകളിലാണ്, അവർ ഉറങ്ങണമൊന്നുമില്ല. അപ്പോൾ നല്ല വെയിൽ. അപ്പോൾ ഞാൻ എന്ത് കാണിച്ചു, അടുക്കളയിലത്തെ ചവിട്ടിയും ബാത്റൂമിൻ്റെ അവിടുത്തെ ചവിട്ടികളും ഒക്കെ കൊണ്ടുവന്ന് മുറ്റത്തേക്ക് ഇട്ടു. അടുക്കളയിൽ എങ്ങനെ വന്നാലും നമ്മൾ പാത്രം കഴുകുന്ന സ്റ്റാൻഡിൻ്റെ അവിടുത്തെ ഇവിടെ പിന്നെ സ്പൂണുകൾ ഇടുന്നതിൻ്റെ അടിയിൽ ഒക്കെ വെള്ളം വീഴും. അപ്പോൾ ചെറുതായിട്ടൊരു നനവുണ്ടാവും. അപ്പോൾ ഞാൻ എന്ത് കാണിക്കുന്നു വെച്ചാൽ അത് വെയിൽ വരുമ്പോൾ ഒന്നെടുത്ത് താഴെ പുറത്തിടും. ഇട്ടിട്ട് ഞാൻ കുറച്ച് നേരം ഇരുന്നു. അതാണ് ഇത്രയും പെട്ടെന്ന് നിങ്ങൾ വിചാരിക്കും ഇത്ര വേഗം ചവിട്ടി കൊണ്ടുവന്ന് അകത്തിട്ട് വന്ന്. അങ്ങനെ നോക്കിയപ്പോഴാണ് നല്ല മഴക്കാർ വന്നപ്പോൾ ഞാൻ വേഗം ചവിട്ടി അകത്തുകൊണ്ടിട്ട്. കാരണം ഞാൻ കിടന്ന് കഴിഞ്ഞ് പിന്നെ ഒരു രക്ഷയില്ല. അപ്പോൾ ഞാൻ വേഗം അതൊക്കെ ഇട്ടിട്ട് ഞാൻ ചായ വെച്ചു. ചായക്ക് ഇന്ന് ഞാൻ നോക്കിയപ്പോൾ ബ്രെഡൊക്കെ കഴിഞ്ഞേക്കണു. ഞാൻ സാധാരണ നിങ്ങൾ കണ്ടിട്ടില്ല, ഈ സമയത്താണ് ഞാൻ
എന്തെങ്കിലും ബ്രെഡും ബട്ടറോ ബ്രെഡും ചീസോ എന്തെങ്കിലും ഒരു പീസ് കഴിക്കും. അപ്പോൾ ഇന്ന് ഞാൻ നോക്കിയപ്പോൾ ഒന്നും കാണാനില്ല. അപ്പോൾ ഞാൻ 2 പീസ് റസ്ക് എടുത്തിട്ട് കഴിച്ചു കേട്ടോ. അങ്ങനെ ഞാൻ മഴ പെയ്യണതിന് മുമ്പായിട്ട് വേഗം തുണികൾ എടുക്കാമെന്ന് വെച്ചിട്ട് ആ ചൂട്ടോടെ തുണി എടുത്താലാണ് എനിക്കൊരു തൃപ്തിയുള്ളൂ. പണ്ടൊക്കെ ഞാൻ എൻ്റെ നല്ല പ്രായത്തിൽ, അതായത് കല്യാണം കഴിഞ്ഞ് കുഞ്ഞു കുട്ടികളൊക്കെ ഇവരുള്ള സമയത്ത് പാവർട്ടിയിലൊക്കെ ആയിരിക്കുമ്പോൾ അഴക്കേമെന്ന് നേരെ എടുത്ത് മടക്കി തിണ്ണായ്മ വെച്ചിട്ടാണ് അകത്തേക്ക് കൊണ്ടുവരിക. അതായത് എനിക്ക് അത്രയും ചൂട്ടോടെ മടക്കണം, അകത്ത് വരെ കൊണ്ടിടില്ല ഞാൻ, അവിടെ നിന്ന് എടുത്ത് മടക്കി 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 ആ തിണ്ണായ്മ വെച്ചിട്ടാണ് കൊണ്ടുവരിക. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഇന്നലെ നമ്മുടെ പാച്ചൂട്ടൻ്റെ ഡ്രസ്സുകൾ വാഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നിപ്പോൾ അവരവിടെ ഇല്ലല്ലോ. അപ്പോൾ ഞാൻ എല്ലാ ഡ്രസ്സും കൂടിയിട്ട് ഉണങ്ങിയതാണ്, മൊത്തം ഉണങ്ങിയിട്ടുണ്ട്, എന്നാലും ഒരു ചെറിയൊരു ഇതുണ്ട്. അപ്പോൾ ഞാൻ മൊത്തം ഇവിടെ കൊണ്ടുവന്ന് പരത്തിയിട്ടു. അപ്പോൾ നാളെ കാലത്ത് എനിക്കിതെടുത്ത് മടക്കല്ലേ വേണ്ടു. അപ്പോൾ പുറത്തത്തെ അഴക്കിയും ഒഴിഞ്ഞു. അപ്പോൾ ഒരു വെളിച്ചവും കിടന്നു. അപ്പോൾ സമയം സന്ധ്യയായി, 6:30 ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെയാണ് നമ്മളുടെ പരിയപ്പുറത്തിൻ്റെ അന്തരീക്ഷം. നല്ല ഭംഗിയാണ് കാണാനായിട്ട് കേട്ടോ. അങ്ങനെ ഞാൻ ഇതൊക്കെ ഒതുക്കി കഴിഞ്ഞ് വരുമ്പോഴേക്കും ഡിവൈനും മക്കളും എണീറ്റു. അപ്പോഴേക്കും ഡാഡി വന്നു. അപ്പോൾ ഡാഡി വന്നപ്പോൾ ഒരു പുതിയ സാധനം കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഒരു പുതിയ അതിഥി നമ്മുടെ വീട്ടിലേക്ക്. നാളെ കാണിക്കാം ഞാൻ അതെന്താണ് ഏതാണെന്നുള്ളത്, ഞാൻ നാളെ കാണിക്കാം കേട്ടോ. അങ്ങനെ ഞാൻ നമ്മുടെ കോൺ വെള്ളത്തിലിട്ടുണ്ടായിരുന്നു. അതെടുത്ത് വേവിച്ച് കുറച്ച് ബട്ടറും കുറച്ച് ഉപ്പും കുരുമുളകും ഇട്ടിട്ട് ഞാനും ഡാഡിയും ഡിവൈനും ഞങ്ങൾ 3 പേരല്ലേ ഉള്ളൂ. ഞങ്ങൾ 3 പേരും അത് കഴിച്ചു. അപ്പോൾ ബട്ടറും കുരുമുളകും ഉപ്പും ആകുമ്പോൾ നല്ല ടേസ്റ്റായിട്ട് നല്ലൊരു ഫ്ലേവറാണ്. അപ്പോൾ ഞാൻ ഇത് 3 ലെയറിൻ്റെ കുഞ്ഞ് കരിമണിമാലയാണ്. അപ്പോൾ ഒരു ടീം പാർട്ടിക്ക് വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കി വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഇത് കരിമണിയുടെ അതിനനുസരിച്ചുള്ള വള, അങ്ങനെ കണ്ടമാനം എന്താ പറയുക, ഞാൻ പറഞ്ഞില്ലേ പുതിയ പുതിയ കുറേ ലക്ഷ്മിയുടെ വളകൾ മാലകൾ. അപ്പോൾ സാധാരണ എങ്ങനെയാണെന്ന് വെച്ചാൽ കുറേ കുട്ടികൾക്കൊന്നും അറിയില്ല, അവരിപ്പോഴും പാലക്കയാണ് ഉപയോഗിക്കുക. പാലക്ക ഓക്കെയാണ്, എന്നാലും ഇപ്പോൾ പലതരം ലക്ഷ്മിയുടെ മാലകൾ വരുന്നുണ്ട് ഈ പാലക്കയുടെ ഇതിൽ തന്നെ. അപ്പോൾ എന്താ ഗുണം എന്ന് വെച്ചാൽ, നമ്മൾ പാലക്കയുടെ ഈ ട്രഡീഷണൽ മാലകളാകുമ്പോൾ വല്ല ഫങ്ഷൻസിന് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അതേസമയം മറ്റ് മാലകളാകുമ്പോൾ അത്യാവശ്യം ഒരു ചുരിദാറും കാര്യങ്ങളൊക്കെ ഇട്ട് പുറത്ത് പോകുമ്പോൾ അതൊക്കെ ഒന്ന് ഇടാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുട്ടികളോട്, നമ്മുടെ എല്ലാതും ഉണ്ട്, എന്നാലും ട്രഡീഷണൽ മാലകൾ എടുക്കുമ്പോൾ ഞാൻ പറയും കല്യാണങ്ങൾക്കും കാര്യങ്ങൾക്കും ഉപയോഗിക്കാനാണ് അത് ഏറ്റവും നല്ലത്. അല്ലാത്തപ്പോൾ മക്കൾ അത് എടുക്കേണ്ട, ലക്ഷ്മിയുടെ നല്ല പുതിയ ഇപ്പോഴത്തെ പാറ്റേൺ. ചിലപ്പോൾ പാലക്കേക്കാളും ഒരുപടി കൂടുതലാവും കേട്ടോ വില, എന്നാലും കാണുമ്പോൾ ഒരു വെറൈറ്റി എപ്പോൾ വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ ഇത് നമ്മളുടെ കയ്യിൽ എപ്പോഴും ഉണ്ടാവാറുള്ളതാണ്, ഡെമ്പൽസ് വൈറ്റും റൂബിയും. അപ്പോൾ ഇതും ഈ പറഞ്ഞ പോലെ ഓർഡർ അനുസരിച്ച് നമ്മൾ പ്ലേറ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ളതാണ് ഒരു പാർട്ടിക്ക് വേണ്ടിയിട്ട് കേട്ടോ. ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ പുറമേ നിന്നുള്ള കുട്ടികളൊക്കെ വരികയും വന്നിട്ട് മടങ്ങി പോവുകയും ചെയ്യുന്ന സമയമാണ്. അപ്പോൾ കുറേ പേർക്ക് ഞാനിങ്ങനെ ഇതുപോലെ എടുത്തു വെച്ചിട്ടുണ്ട്. ആ എടുത്തു വെച്ചതൊക്കെ കൊടുത്തയക്കുകയും പിന്നെ കുറേ ഓർഡറുകൾ വരികയും ഒക്കെ ചെയ്യുന്ന സമയങ്ങളാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഭയങ്കര തിരക്കാണെന്നുള്ളത് കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്ക് ഒന്നിനും നേരം കിട്ടാത്ത പോലത്തെ ഒരു അവസ്ഥയാണ്. പക്ഷേ അത് നല്ലതാണല്ലോ, നമ്മളെപ്പോഴും തിരക്കായിട്ടിരിക്കുന്നതാണല്ലോ എപ്പോഴും നല്ലത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ എൻ്റെ ഫോണും യൂട്യൂബിലെ കമൻസും കാര്യങ്ങളും എല്ലാവർക്കും മറുപടിയൊക്കെ ഞാൻ കൊടുക്കും കേട്ടോ. കാരണം എൻ്റെ ചുമതലയാണത്. അതിനകത്ത് എന്താണ് ആരാണ് എഴുതുന്നത്, കാരണം എൻ്റെ വീട്ടിൽ വന്നിട്ട് നമ്മൾ അവരെ സ്വീകരിക്കുന്ന പോലെയാണ് നമ്മളുടെ യൂട്യൂബിൻ്റെ അടിയിൽ വരുന്ന ഓരോ കമൻസും. അപ്പോൾ നല്ലതായാലും മോശമായാലും ഞാൻ എല്ലാത്തിനും അതിൻ്റേതായ മറുപടി കൊടുക്കും. അപ്പോൾ കോളിംഗ് ബെല്ല് കേട്ടിട്ട് തോമു ആരാണാവോ വെച്ചിട്ട് ഓടി വന്നതാ. അപ്പോൾ ഓൾറെഡി ഒളിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവനാകെ എന്താ പറയുക, ചമ്മലും കാര്യങ്ങളൊക്കെ ആയി. അങ്ങനെ അപ്പം മക്കളാണ്, 2 അപ്പം മക്കളാണ്. അപ്പോൾ അവർക്ക് എന്നും ഡോണിന് നിർബന്ധമാണ്, എന്നും അവൻ വരുമ്പോൾ ഓരോ ഗിഫ്റ്റും കൊണ്ടുവരും. അപ്പം ഞാൻ പറയും കുട്ടികളെ അങ്ങനെ ശീലിപ്പിക്കേണ്ടെന്ന് പറയും, എന്നാലും അവരുടെ സന്തോഷമല്ലേ, അവരായി എന്താ പറയുക അങ്ങനെ ആയിക്കോട്ടെ എന്ന് നമ്മൾ വിചാരിക്കും. കാരണം നമ്മളതൊന്നും നോക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ഞാൻ എപ്പോഴും പറയും കേട്ടോ, നമ്മൾ 2 മക്കളെ വളർത്തി, ഇനിയിപ്പോൾ അവരുടെ മക്കളെ വളർത്തുന്നത് കണ്ടുകൊണ്ട് നമുക്ക് ഇരിക്കാമെന്ന് പറയും. കാരണം അവരുടെ കുട്ടികളോട് ഓരോന്ന് പറയുമ്പോൾ എടുക്കുമ്പോഴാണ് നമ്മളുടെ ചെറുപ്പത്തിലെ അവരെ പറഞ്ഞതും വളർത്തിയതൊക്കെ ഓർമ്മ വരിക. ഭയങ്കര സന്തോഷമാണ് കേട്ടോ അതൊക്കെ കാണുമ്പോൾ. അപ്പോൾ അങ്ങനെ ഡിവൈൻ ഇന്നത് ചപ്പാത്തിയും മറ്റേ സോയയാണ് കേട്ടോ വെച്ചത്. അപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് അവർ നേരത്തെ പോയപ്പോൾ ഞാൻ പറഞ്ഞു ഇന്ന് നേരത്തോടെ ഇനി എല്ലാവരും കുറച്ച് ദിവസം കിടക്കുക, കാരണം എന്നാലേ എനിക്ക് ഇത്തിരി നേരത്തെ കിടക്കാൻ പറ്റുള്ളൂ. കാരണം ഇവർ പോയി കഴിയുമ്പോഴാണ് ഞാൻ ബാക്കി പാക്കിങ്ങിന് ഇരിക്കുക. അപ്പോൾ ഇവർ പോകാൻ വൈകും തോറും എൻ്റെ സമയം വൈകിക്കൊണ്ടിരിക്കും. ഇന്നിപ്പോൾ ശരിക്കും 12 കാലമായപ്പോഴേക്കും കംപ്ലീറ്റ് കാര്യങ്ങൾ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇന്ന് പതിവില്ലാണ്ട് അവർക്ക് ഒന്ന് വിശന്നു. അപ്പോൾ എനിക്ക് തോന്നി അവർ വിശക്കുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒന്ന് കുരയ്ക്കും. അപ്പോൾ ഞാൻ വീണ്ടും കുറച്ച് ഇറച്ചി എടുത്തിട്ട് ഒന്ന് വേവിച്ചു. നേരത്തെ ഞാൻ കോഴിയുടെ കാല കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു അവർക്കത് മതിയായില്ല എന്ന് തോന്നുന്നുണ്ട്.
അപ്പോൾ കുറച്ചപ്പോൾ ഞാൻ വേഗം ഇറച്ചി വേറെ വേവിച്ച് കൊണ്ടു കൊടുത്തു. അങ്ങനെ ഞാനും ഡാഡിയും പാക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഡാഡി ഇതേക്ക് ഇടുന്നു. ഞാൻ ഇപ്പോൾ വോയിസ് ഓവറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ഞാനും കിടക്കാൻ പോവുകയാണ്. അപ്പോൾ ഇത്രയ്ക്കൊക്കെ ഉള്ളൂ ഇന്നത്തെ വിശേഷം കേട്ടോ. അപ്പോൾ എന്താ പറയുക, നാളെയും ഈ പറഞ്ഞ പോലെ നല്ലൊരു ദിവസമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മൾ ടി വിയിൽ കാണുമ്പോൾ ഭയങ്കര സങ്കടമുണ്ട്. പക്ഷെ നമുക്കൊക്കെ അത് കണ്ട് സങ്കടപ്പെടാൻ തന്നെ പറ്റുള്ളൂ, വേറെ ഒന്നിനും നമുക്ക് പറ്റില്ല. ഇനിയും ഇങ്ങനെയുള്ള അപകടങ്ങളും കാര്യങ്ങളും ഒന്നും ഉണ്ടാവാണ്ടിരിക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും സേഫായിട്ടിരിക്കാൻ ശ്രമിക്കുക, അത്രയേ ഉള്ളൂ. എത്ര നമ്മൾ സേഫായിട്ട് ഇരിക്കാൻ നോക്കിയാലും വരാനുള്ളത് എപ്പോഴായാലും വരും. അപ്പോൾ അതുകൊണ്ട് പ്രാർത്ഥനയോടുകൂടെ ഇരിക്കുക. എപ്പോഴും നല്ല കാര്യം മാത്രം ചിന്തിക്കുക, പറയുക, പ്രവർത്തിക്കുക. ഇത്രയേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരേക്ക് ബൈ.